ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, ഏറ്റവും ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു സൊസൈറ്റി അമേരിക്കക്കാരാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? അതിനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നാറുള്ളത്, അവർ ലോകത്തിൽ ഇതുവരെ ആരും ചെയ്യാത്ത പുതിയ പുതിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, ആരും പിന്തുടരാത്ത കാര്യങ്ങൾ. എക്സാമ്പിൾ ഇപ്പോൾ വാൾട്ട് ഡിസ്നി അനിമേഷൻ ചെയ്യുമ്പോൾ പുള്ളി ഒരു പേപ്പറിൽ വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഒണിയൻ സ്കിൻ എന്ന് പറയും. ഒണിയൻ സ്കിൻ എന്നുള്ള പോലത്തെ, അതായത് ഉള്ളിത്തൊലി പോലത്തെ പേപ്പറിൽ അത് വരച്ച് അങ്ങനെ വരയ്ക്കുമ്പോൾ അതിൻ്റെ മേലെ അടുത്ത പേപ്പർ വയ്ക്കുമ്പോൾ ഈ താഴത്തെ പേപ്പറും കാണും. അപ്പം അങ്ങനെ ഏകദേശം ഒരു ട്രേസ് ചെയ്യുന്ന മോഡൽ അവർ ചെയ്ത് വളരെ ഫുൾ കംപ്ലീറ്റ് മാനുവലായി ചെയ്ത് അവരത് അനിമേഷൻ ചെയ്യണം. അങ്ങനെ അത് ചെയ്ത് പിന്നീട് അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം MGM എന്നുള്ള കമ്പനി ടോം ആൻഡ് ജെറി ചെയ്യുന്നു. അപ്പോൾ അതിൽ എത്ര ഒരു അനിമേഷന് കുറേ പ്രിൻസിപ്പിളുണ്ട്, ഒരു 10-11 പ്രിൻസിപ്പിളുണ്ട്. അങ്ങനെ ചിലപ്പോൾ പ്രിൻസിപ്പിളിനെ ചിലപ്പോൾ കണ്ടുപിടിച്ചാൽ അവരായിരിക്കാം. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു അനിമേഷൻ. കാരണം അവർ ഇപ്പോൾ ഡിസ്നി ആണെങ്കിലും അവർ ഒരു മേഖലയ്ക്കാണ്ട് ഇറങ്ങിയിട്ട് പിന്നെ തിരിഞ്ഞോട്ടില്ല, പിന്നെ ആ മേഖലയിൽ ഡെപ്തിൽ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. ഡെപ്തിൽ അവർക്ക് പോകാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി അങ്ങനെ പോവാം. അങ്ങനെ ഡെപ്തിലോട്ട് പോകുമ്പോഴാണ് പുതിയ പുതിയ ലോകങ്ങൾ തുറക്കുന്നത്. അവർ വളരെ ബേസിക്കായിട്ട് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിലങ്ങനെ ഇന്നോവേഷൻസ് കൊണ്ടുവരാണ്. അവരത്രയും ഡെപ്തിലോട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ ഒരു പെർഫെക്ഷനും ക്വാളിറ്റി എല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇതുവരെ ആരും ചിന്തിക്കാത്തൊരു കാര്യം. അല്ലെങ്കിൽ ഡിജിറ്റൽ 0-1 വെച്ചിട്ട് ഇതുപോലെ ഡിജിറ്റൽ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ വന്നു. അപ്പോൾ അതും അവരതിൽ എന്താ പറയുക, ഇപ്പോൾ സൂക്കർബർഗ് അത് ചെയ്യുമ്പോൾ ആ കോളേജിൽ ആൾക്കാർക്ക് ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഫോട്ടോയ്ക്ക് അതിൻ്റെ ഒരു റേറ്റിംഗ് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് പിന്നെ പുള്ളി അതിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെക്ക് ഫേസ്ബുക്ക് വേറെ ഏതോ കമ്പനി അക്വയർ ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ പുള്ളി കൊടുത്തിട്ടില്ല. അങ്ങനെ പുള്ളിക്ക് അവിടെ ഭയങ്കര പ്രഷർ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊരു നിഷ്, ഒരു മൈക്രോ നിഷ് എടുക്കുകയാണ്. ഒരു മൈക്രോ നിഷ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഡെപ്തിലോട്ട് പോവാണ്. ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എത്ര ആളുകളുടെ ഡാറ്റയാണ് ഫേസ്ബുക്കിനുള്ളത്? ഡാറ്റ എന്ന് പറഞ്ഞാൽ ചില്ലറ ഡാറ്റയാണ്. ഓരോ ആളുകളും ഓരോ സെക്കൻഡിലും എന്തൊക്കെ ചെയ്യാണ്. ഇപ്പം നമ്മൾ ക്യാമറയും വോയിസ് റെക്കോർഡും എല്ലാം ഫുൾ ടൈം ഓണാണ് എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ പോകുന്നതും ലൊക്കേഷനും, ഇപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ്, നമ്മൾ പോകുന്ന ലൊക്കേഷനെല്ലാം. ഇപ്പോൾ സെർച്ച് എഞ്ചിനും പണ്ട് യാഹൂ അല്ലെങ്കിൽ പല കമ്പനികൾ കണ്ടുപിടിച്ച് പിന്നെ അതിലവർ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ മെത്തേഡുകൾ, ഇപ്പോൾ യാഹൂ പേജ് റാങ്കിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു ടെക്നോളജിയാണ് അവർ കൊണ്ടുവന്നത്. അങ്ങനെ അവരതിൽ പുതുമ പരീക്ഷിച്ചിട്ട് അത് പിന്നെ ആൾക്കാരങ്ങോട്ട് ഉപയോഗിക്കണം, ലോകം മുഴുവനും ഉപയോഗിക്കുകയാണ്. അവരത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെയായിട്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും ലോകത്തെ. കാരണം എന്താ വെച്ചെങ്കിൽ ഓരോ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം. അപ്പോൾ അവർ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ അതങ്ങോട്ട് വേറെ ലെവലിലോട്ട് അവർ പോവുകയാണ്. ഇനിയിപ്പോൾ ഫേസ്ബുക്ക് മെറ്റ ഇറക്കുകയാണ്, 3D ഓഗ്മെൻ്റഡ് റിയാലിറ്റി. പിന്നെ ഇലോൺ മസ്ക് ചൊവ്വയിലോട്ടാണ് പോകാൻ ശ്രമിക്കുന്നത്. ചൊവ്വയിൽ വെറുതെ പോയിട്ട് വരാനല്ല, കോളനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും അവരൊരു മൈക്രോ നിഷ് തിരഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ യുണീക്ക് ഏരിയ, അവരുടെ യുണീക്ക് ചേരുവ തിരഞ്ഞെടുക്കും. ഒരു യുണീക്ക് ചേരുവ അവർ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അവരുടെ ആ കൃത്യമായ അവരുടെ സ്ട്രെങ്ത്ത് ഏതൊക്കെ മേഖലയിലാണ് ഉള്ളത് എന്ന് തിരഞ്ഞെടുത്തിട്ട് അവരതിലങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കൊണ്ട് പോവുകയാണ്. അതായത് അവർ ഫോളോവേഴ്സല്ല, അവരാണ് മുന്നിൽ നടക്കുന്നത്, ലോകത്തെ മാറ്റിമറിക്കുന്നത്.
ഇന്ത്യക്കാർ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഫോളോവേഴ്സാണ്. അപ്പോൾ അവർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്കാരത് ഫോളോ ചെയ്യും. ആ സോഫ്റ്റ്വെയർ പിന്നെ അവരുണ്ടാക്കിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഓരോ ആളുകളും സ്വന്തം നിഷിലോട്ട് ഇറങ്ങണം, സ്വന്തം മൈക്രോ നിഷ് കണ്ടുപിടിക്കണം, സ്വന്തം യൂണിക് ചേരുവ കണ്ടുപിടിക്കണം, സ്വന്തം ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ആ സ്വന്തം മൈക്രോ നിഷും അവരുടെ യുണീക്ക് ചേരുവയും കണ്ടുപിടിച്ച് അതൊരു ഗോളാക്കി, ആ ഗോൾ ഒരു ഷോർട്ട് ടൈം അല്ല, ഒരു വർഷത്തേക്ക് 6 മാസത്തേക്കുള്ള ഗോളല്ല, ലോങ് ടൈം നമ്മളുടെ ലൈഫിൽ അവസാനമാകുമ്പോൾ നമ്മൾ എങ്ങനെ വേണം, എന്താവണം എന്നുള്ള രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ ഡീപ്പായിട്ട് പോകുമ്പോഴാണ്. ഇപ്പം നമുക്കറിയാം, പ്രപഞ്ചത്തിലോട്ട് നമ്മളൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എത്ര പോയാലും അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും വീണ്ടും പ്രപഞ്ചം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ശരിക്കും ഒരു സംഭവത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയാലും നമ്മൾ ഇവിടെ കഴിഞ്ഞെന്ന്, പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് വേറൊരു പ്രപഞ്ചം എത്ര പോയാലും കഴിയാത്ത ഒരു വിശാലമായ പ്രപഞ്ചം ഉള്ളിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മൈക്രോനിഷിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി അവിടെയാണ് ഇതുവരെ ആരും കാണാത്ത മേഖലകളിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളുടെ ഇഷ്ടമുള്ള മേഖല മൈക്രോനിഷ് ആകുമ്പോഴാണ് നമുക്ക് എത്ര ഡെപ്തിലോട്ടും പോകാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത മേഖലകൾ തുറന്നു വരുള്ളൂ. അങ്ങനെയാണ് ഒരുപാട് മേഖലകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു പുതിയ മേഖലയായി. എക്സാമ്പിൾ, ഇപ്പോൾ ഡിജിറ്റൽ 01 വെച്ചിട്ട് ഡിജിറ്റൽ മേഖല കണ്ടുപിടിച്ചപ്പോൾ എത്ര പേരാണ് അതിൽ ജോലി ചെയ്യുന്നത്? ഏതോ കുറച്ച് പേരുടെ 1 2 അല്ലെങ്കിൽ കുറച്ച് പേരുടെ തലയിൽ വിരിഞ്ഞ ഒരു ഐഡിയയുടെ മേലെ എത്ര പേരാണ് ഇപ്പോൾ അതിൻ്റെ മേലെ അവർ ജീവിതമാർഗവും വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ആളുകളും അവരവരുടെ മേഖല കണ്ടുപിടിച്ച് അത് ഒരു കൃത്യമായ ഒരു ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്ത് ആ മേഖലയ്ക്ക് ഫോക്കസ് ചെയ്ത് അതിലോട്ട് ഡെപ്തിലോട്ട് പോകുമ്പോഴാണ് പുതിയ മേഖല വരുന്നതും ഒരുപാട് പേർക്ക് ആ മേഖലയ്ക്ക് വരാൻ പറ്റുന്നതും. ആ ഒരുപാട് പേര്, കാരണം എല്ലാവർക്കും ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നില്ല, പക്ഷേ പരമാവധി ഒരു പ്രത്യേക താല്പര്യമുള്ള ആളുകൾ ആ മേഖലയ്ക്ക് ഇറങ്ങി ആ മേഖലയുടെ ഉള്ളിലോട്ട് പോയി അവിടെ പുതിയ ലോകങ്ങൾ കണ്ടുപിടിക്കണം. അത് ഇന്ത്യക്കാരെത്രമാത്രം ചെയ്യുന്നോ അത്രമാത്രം ഇന്ത്യ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യും. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ പുതിയ മേഖലകൾ ഇന്ത്യയിലോട്ട് തുറക്കും. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്പേഴ്സാണ് ഇവിടുത്തെ ആളുകളെല്ലാം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ട്രെയിനിലൊക്കെ ചില സ്ഥലത്ത്, ഇപ്പോൾ ബംഗ്ലാദേശിലാണോ ഇന്ത്യയിലാണോ എന്നറിയില്ല, ട്രെയിനിൻ്റെ മേലെ എല്ലാ ആൾക്കാർ കയറി നിൽക്കുകയാണ്. അവർക്ക് എന്താണ്, ഒരു നമ്പേഴ്സാണ്, വെറും ചിലപ്പോൾ ഓട്ടികൾ നമ്പേഴ്സാണ്. പക്ഷെ അവർക്കൊരു യൂണീക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം ഉള്ളോട്ട് നോക്കണം. അവർ കോപ്പി അടിക്കുമ്പോൾ, വേറെ ആൾക്കാർ കോപ്പി അടിക്കുമ്പോൾ അവർ വെറുതെ നമ്പറായിട്ട് മാറുകയാണ്. അവർ സ്വന്തം കഴിവോ ഇൻട്രസ്റ്റോ കണ്ടുപിടിക്കാണ്ട് നമ്പേഴ്സായിട്ട് മാറുകയാണ്. അപ്പോൾ സ്വന്തം ഉള്ളോട്ട് നോക്കുക, സ്വയം ഡിസ്കവർ ചെയ്യുക, ആ മേഖലയ്ക്ക് ആ മൈക്രോ നിഷിലോട്ട് ഇറങ്ങാൻ പറ്റി അതിലോട്ട് ഫോക്കസ് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് അത് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കക്കാരാണ്. ഇന്ത്യക്ക് അതുപോലെ ചെയ്യാൻ പറ്റും, വളരെ ഡെപ്തിലോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേർക്ക് അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ മറ്റുള്ള ആളുകളെ കോപ്പി അടിക്കുന്നത് മാറ്റിയിട്ട് എല്ലാവർക്കും സ്വന്തം ഉള്ളിലോട്ട് നോക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ വേണം ആളുകൾ. കാരണം എന്താ വെച്ചെങ്കിൽ അവരുടെ ജീവിതം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്യുന്നു, അതിൽ അവർ പ്രവർത്തിക്കുന്നു. അവരുടെ എനർജിയും ടൈമെല്ലാം അതിലോട്ട് കൊടുക്കുമ്പോൾ അവരും ഹാപ്പി ആയിരിക്കും. പുതിയ കാര്യങ്ങളും അവിടെ ഡെവലപ്പാവും. എന്താണെങ്കിലും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.